നമസ്കാരം. കുട്ടികളുടെ മനസ്സിനെ എങ്ങനെ കരുത്തുള്ളതാക്കാം? നാം കരുതും ഇതിനായി വളരെ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്ന്. എന്നാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ലളിതവും അവിശ്വസനീയവുമായ ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ കുട്ടികളുടെ കാര്യമെടുത്താൽ അവർ ഒരു സ്പോഞ്ച് പോലെയാണ്. നമ്മുടെ ചുറ്റും കാണുന്നതും പറയുന്നതുമായ കാര്യങ്ങളെ അവർ ഒപ്പിയെടുക്കും. അതിലെ തെറ്റും ശരിയും തിരിച്ചറിയാൻ അവർക്ക് കഴിയാറില്ല. നമ്മൾ ഒരു ദിവസം എത്രയോ ആളുകളുമായി സംസാരിക്കുന്നു. എന്നാൽ നമ്മൾ പറയുന്ന ഒരു ചെറിയ വാക്കിന് ഒരാളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കൊച്ചുകുട്ടികളുടെ കാര്യമെടുത്താൽ നെഗറ്റീവായുള്ള ചെറിയ വാക്കുകളെ പോലും താങ്ങാനുള്ള ശേഷിയില്ല. അതവരെ തളർത്തിക്കളയും. അവരോട് ഉപയോഗിക്കുന്ന വാക്കുകളുടെ ആഘാതം അത്രമാത്രം കുഞ്ഞു മനസ്സുകളെ സ്വാധീനിക്കുന്നു. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. മറ്റുള്ളവരിൽ നിന്നുള്ള സ്നേഹവും അംഗീകാരവും ആഗ്രഹിക്കാത്തവരായി ആരും തന്നെയില്ല. ഒരു വ്യക്തിയുടെ വളർച്ചയിലും മാനസിക സന്തോഷത്തിലും പ്രശംസ എന്ന ചെറിയ വാക്കിന് വളരെ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും. അതെ, പ്രശംസ എന്ന മാന്ത്രിക മരുന്നിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അമേരിക്കൻ സാഹിത്യത്തിലെ ഏറ്റവും പ്രഗത്ഭനായ എഴുത്തുകാരിൽ ഒരാളും അഡ്വഞ്ചേഴ്സ് ഓഫ് ടോം സോയർ, അഡ്വഞ്ചേഴ്സ് ഓഫ് ഹക്കിൾബറി ഫിൻ എന്നീ കൃതികളുടെ കർത്താവുമായ മാർക്ക് ട്വെയിൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത്: നല്ലൊരു പ്രശംസ കേട്ടാൽ 2 മാസം വരെ എനിക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും. സാമ്പത്തികമായ ലാഭത്തെക്കാൾ ചിലപ്പോൾ ഒരാളെ സന്തോഷിപ്പിക്കുന്നത് നീ ചെയ്തത് വളരെ നന്നായിട്ടുണ്ട് എന്നൊരു അഭിനന്ദനമായിരിക്കാം. ഇത് വെറും ഒരു വാക്കല്ല, പകരം അത് കേൾക്കുന്ന വ്യക്തിയുടെ തലച്ചോറിൽ പോസിറ്റീവ് ഊർജ്ജം നൽകുന്ന ഒരു ടോണിക്കാണ്. പ്രത്യേകിച്ച് നമ്മളുടെ കുട്ടികളുടെ കാര്യത്തിൽ അവർ ഒരു ചിത്രം വരച്ചാലോ മുതിർന്നവരെ സഹായിച്ചാലോ നമ്മൾ അവരെ അഭിനന്ദിക്കാറുണ്ടോ? ഒരു വ്യക്തിയുടെ വളർച്ചയിലും പ്രത്യേകിച്ച് കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിലും അഭിനന്ദനങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഒരു കുട്ടിയുടെ ജീവിതം രൂപപ്പെടുന്നത് വലിയ സംഭവങ്ങളിലൂടെയല്ല, ചെറിയ നിമിഷങ്ങളിലൂടെയാണ്. അതിൽ ഏറ്റവും ശക്തമായ ഒന്നാണ് പ്രശംസ. ഒരു കുഞ്ഞ് ആദ്യമായി ഒരു അക്ഷരം ശരിയായി എഴുതുമ്പോൾ, ഒരു കണക്കു പ്രശ്നം പരിഹരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ അവന്റെ കണ്ണുകൾ അംഗീകാരം തേടുകയാണ്. അപ്പോൾ കേൾക്കുന്നു നന്നായി എന്നൊരു വാക്ക്. അവന്റെ മനസ്സിൽ അതുണ്ടാക്കുന്ന ആത്മവിശ്വാസത്തിന്റെ ആഴമേറിയ അടിത്തറ. That's perfect. Well done. മദർ തെരേസ ഒരിക്കൽ പറയുകയുണ്ടായി, ഭക്ഷണത്തിനുള്ള വിശപ്പിനേക്കാൾ വളരെ വലുതാണ് അംഗീകരിക്കപ്പെടാൻ വേണ്ടിയുള്ള മനുഷ്യന്റെ ദാഹം. കുട്ടികളുടെ ആത്മവിശ്വാസം വളർത്താൻ പ്രശംസയോളവും വലിയ മറ്റൊരു വളമില്ല. ഫലത്തേക്കാൾ അവരുടെ പരിശ്രമത്തെ അഭിനന്ദിക്കുക. നീ മിടുക്കനാണ് എന്ന് പറയുന്നതിനേക്കാൾ നീ അതിനെടുത്ത കഠിനാധ്വാനം എനിക്കിഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു നോക്കൂ. അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് നേരിട്ട് കാണാം. Very good work. Keep it up. ആത്മവിശ്വാസമുള്ള കുട്ടിയാണ് ധൈര്യത്തോടെ മുന്നോട്ടു പോകുന്നത്, പരാജയത്തെ ഭയപ്പെടാതെ വീണ്ടും ശ്രമിക്കുന്നത്.
പ്രശംസിക്കുമ്പോൾ കുട്ടികളിൽ ഡോപ്പമിൻ പോലുള്ള സന്തോഷ ഹോർമോണുകൾ ഉണർന്നു പ്രവർത്തിക്കുന്നു. ഇത് പഠനത്തോടും പരീക്ഷണത്തോടും ആകർഷണം സൃഷ്ടിക്കുന്നു. സ്റ്റാൻഫോർഡ് ഗവേഷകൻ കാറോൾ ഡ്വക്കിന്റെ മൈൻഡ് സെറ്റ് സിദ്ധാന്ത പ്രകാരം പ്രയത്നത്തിന് പ്രശംസിക്കുന്നത് വളർച്ച മൈൻഡ് സെറ്റ് വളർത്തി പരാജയത്തെ ഭയപ്പെടാതെ മുന്നോട്ടു പോകാൻ സഹായിക്കുന്നു. ഹാർവാർഡ് ഗവേഷണങ്ങൾ കാണിക്കുന്നത് പ്രശംസിക്കപ്പെട്ട കുട്ടികൾ പുതിയ ടാസ്കുകൾ സ്വീകരിക്കാൻ 30% കൂടുതൽ സാധ്യതയുണ്ടെന്നും അവരുടെ ശ്രദ്ധയും സഹനശക്തിയും വർദ്ധിക്കുന്നുവെന്നുമാണ്. ഇത് പഠനത്തെ മെച്ചപ്പെടുത്തുകയും ക്ലാസ്സിൽ ശ്രദ്ധയോടെ ഇരിക്കാനും അവരെ സഹായിക്കുന്നു. വീട്ടിലായാലും സ്കൂളിലായാലും എപ്പോഴും വിമർശനം, കുറ്റപ്പെടുത്തൽ, നിരാശപ്പെടുത്തുന്ന വാക്കുകൾ ഇതൊക്കെ കേട്ടു വളരുന്ന ഒരു കുട്ടിയുടെ ആത്മവിശ്വാസം തകർന്നു പോകും. നിരാശയുടെ ആഘാതം കുട്ടികളെ തളർത്തുന്നു. വീട്ടിലും സ്കൂളിലും പൊതുസ്ഥലങ്ങളിലും നിരാശ നിറഞ്ഞ വാക്കുകൾ സ്ഥിരമായി കേൾക്കേണ്ടി വരുന്നത് കുട്ടികളെ ബാധിക്കുന്നു. വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളുമെല്ലാം അവരുടെ ലക്ഷ്യം തന്നെ തെറ്റിക്കുന്നു. ശിക്ഷ ഭയം സൃഷ്ടിക്കുമ്പോൾ പ്രശംസ വിശ്വാസം സൃഷ്ടിക്കുന്നു. വിശ്വാസമുള്ള അന്തരീക്ഷത്തിലാണ് കുട്ടികൾ തുറന്ന് സംസാരിക്കുന്നത്, സ്വപ്നങ്ങൾ പങ്കുവെക്കുന്നത്, സ്വയം തിരിച്ചറിയുന്നത്. നമുക്ക് വേണ്ടത് തിരുത്തലുകളല്ല, തിരിച്ചറിവുകളാണ്. കുട്ടികളുടെ വളർച്ചാഘട്ടത്തിൽ അവർക്ക് ലഭിക്കുന്ന പ്രോത്സാഹനങ്ങൾ അവരുടെ ഭാവി ജീവിതത്തിന്റെ അടിത്തറയാകുന്നു. ഇതിന്റെ പ്രധാന വശങ്ങൾ അവർക്ക് പഠനത്തോടുള്ള താല്പര്യം വർദ്ധിക്കുന്നു. ഒരു കുട്ടി പരീക്ഷയിൽ കുറഞ്ഞ മാർക്ക് വാങ്ങിയാലും അവർ നടത്തിയ പരിശ്രമത്തെ അഭിനന്ദിക്കുമ്പോൾ അടുത്ത തവണ കൂടുതൽ നന്നായി പഠിക്കാൻ അവർക്ക് ആവേശം ലഭിക്കുന്നു. ആത്മവിശ്വാസവും ധൈര്യവും അവരുടെ വർദ്ധിക്കും. പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ കുട്ടികൾക്ക് ഭയമുണ്ടാകാം. നിനക്കിത് ചെയ്യാൻ സാധിക്കും, നീ നന്നായി ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള പ്രശംസകൾ അവരുടെ ഉള്ളിലെ പേടി മാറ്റി ആത്മവിശ്വാസം നിറയ്ക്കുന്നു. സ്വഭാവ രൂപീകരണത്തിനും പ്രശംസ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ്. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് മുതിർന്നവരെ സഹായിക്കുക, സാധനങ്ങളെ അടുക്കി വയ്ക്കുക, അങ്ങനെയുള്ള സന്ദർഭങ്ങൾ അവരെ അഭിനന്ദിച്ചാൽ ആ നല്ല ശീലങ്ങൾ തുടരാൻ അവർ താല്പര്യപ്പെടും. മാതാപിതാക്കളും അധ്യാപകരും തങ്ങളെ അംഗീകരിക്കുന്നു എന്ന തോന്നൽ കുട്ടികളിൽ വൈകാരികമായ സുരക്ഷിതത്വവും സന്തോഷവും നൽകുന്നു. മാത്രവുമല്ല, ബന്ധങ്ങളെ ദൃഢമാക്കാൻ പ്രശംസ സഹായിക്കും. അത് കുടുംബത്തിലായാലും സുഹൃത്തുക്കൾക്കിടയിലായാലും പരസ്പരം പ്രശംസിക്കുന്നത് സ്നേഹവും ബഹുമാനവും വർദ്ധിപ്പിക്കുന്നു. ഇത് ആരോഗ്യകരമായ ഒരു സാമൂഹിക ചുറ്റുപാട് സൃഷ്ടിക്കുന്നു. പ്രശംസ എപ്പോഴും ഗുണകരമാകണമെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഫലത്തേക്കാൾ പരിശ്രമത്തെയാണ് പുകഴ്ത്തേണ്ടത്. This is excellent work. Well done. I am very proud of the effort you put into this. നീ മിടുക്കനാണ് എന്ന് പറയുന്നതിനേക്കാൾ നീ ഇതിനായി എടുത്ത പരിശ്രമം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അതാണ് കൂടുതൽ ഫലപ്രദം. ഇത് കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്ഥിതി വളർത്തും. കഴിവിനേക്കാൾ പരിശ്രമത്തെ പ്രശംസിക്കുമ്പോൾ കുട്ടികൾ പഠിക്കുന്നത് വിജയം മാത്രമല്ല, സ്ഥിരതയും സഹനവും കൂടിയാണ്. കുട്ടികളെ പ്രശംസിക്കുന്നത് സൂക്ഷ്മമായ ഒരു സന്തുലിത പ്രക്രിയയാണ്. കുട്ടികളിലെ ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കാനായി പ്രവർത്തിക്കുന്ന കാനഡ ആസ്ഥാനമായുള്ള ഒരു അന്താരാഷ്ട്ര സ്ഥാപനമായ ഹാനൻ സെന്റർ നടത്തിയ ഗവേഷണങ്ങൾ കുട്ടികളിൽ വ്യത്യസ്ത തരത്തിലുള്ള പ്രശംസകൾ വ്യത്യസ്ത ഫലങ്ങൾ സൃഷ്ടിക്കുന്നതായി വ്യക്തമാക്കുന്നു. ഇതിൽ പ്രധാനമായും വ്യക്തിപരമായ പ്രശംസ, പ്രക്രിയ അടിസ്ഥാനത്തിലുള്ള പ്രശംസ എന്നീ 2 തരത്തിലുണ്ട്. വ്യക്തിപരമായ പ്രശംസ കുട്ടിയെ മുഴുവനായും വിലയിരുത്തുന്നതാണ്. കുട്ടി നല്ലവനാണ്, ബുദ്ധിമാനാണ്, അത്ഭുതകരമാണ് തുടങ്ങിയ വിലയിരുത്തലുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഉദാഹരണമായി, നീ നല്ല കുട്ടിയാണ്, നീ ഇതിൽ വളരെ കഴിവുള്ളവനാണ്, നിന്നെക്കുറിച്ച് എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. ഗവേഷണങ്ങൾ കാണിക്കുന്നത് വ്യക്തിപരമായ പ്രശംസ
കുട്ടികളുടെ പ്രേരണ കുറയ്ക്കുകയും അവരുടെ ശ്രദ്ധ പ്രകടനത്തിലേക്ക് മാത്രം കേന്ദ്രീകരിക്കപ്പെടുകയും മറ്റുള്ളവരുമായി സ്വന്തം പ്രകടനം താരതമ്യം ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ്. അതേസമയം പ്രക്രിയാടിസ്ഥാനത്തിലുള്ള പ്രശംസ കുട്ടിയുടെ ശ്രമത്തോടും പ്രവർത്തനത്തോടും ബന്ധപ്പെട്ടതാണ്. കുട്ടി നടത്തിയ പ്രവൃത്തിയെയും അതിലുണ്ടായ പരിശ്രമത്തെയും ഇതിൽ പ്രാധാന്യം നൽകുന്നു. ഉദാഹരണത്തിന്, നീ വളരെ കഠിനമായി ശ്രമിച്ചു, നീ ആ ഗോപുരം എത്ര ശ്രദ്ധയോടെ നിർമ്മിക്കുന്നുവെന്ന് ഞാൻ കാണുന്നു. പ്രക്രിയാ പ്രശംസ കുട്ടികളെ വഴക്കമുള്ള ചിന്താഗതിയിലേക്ക്, അതായത് ഫ്ലെക്സിബിൾ മൈൻഡ് സെറ്റിലേക്ക് നയിക്കാനും സ്വന്തം ദൗർബല്യങ്ങളെ നേരിടാനും പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാനും പ്രേരിപ്പിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ് വേണ്ടത്. ആത്മാർത്ഥമായിട്ട് വേണം പ്രശംസിക്കാൻ. വെറുതെ പുകഴ്ത്തുന്നത് ഒഴിവാക്കി ആത്മാർത്ഥമായി അഭിനന്ദിക്കുക. കൃത്രിമമായ പ്രശംസകൾ തിരിച്ചറിയുമ്പോൾ അത് വിശ്വാസ്യത കുറയ്ക്കും. എന്തിനാണ് പ്രശംസിക്കുന്നതെന്ന് വ്യക്തമായി പറയുക. നന്നായിട്ടുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ നീ ഈ ചിത്രം വരച്ച രീതി വളരെ മനോഹരമാണ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് കൂടുതൽ പ്രചോദനം നൽകും. നീ ഈ ചിത്രം വരച്ച രീതി വളരെ മനോഹരമാണ്. പഠന മേഖലയിൽ പ്രശംസ ഒരു വലിയ പ്രേരണയാണ്. മാർക്ക് മാത്രമല്ല, പ്രയത്നം, സ്ഥിരത, പുരോഗതി ഇവയെ പ്രശംസിക്കുമ്പോൾ പഠനം കുട്ടികൾക്ക് ഒരു ഭാരമല്ല, ഒരു ആനന്ദമായി മാറുന്നു. ഓരോ കുട്ടിയും വേറിട്ടതാണ്. അവരുടെ അദ്വിതീയമായ ശക്തിയും പ്രതിഭയും നാം തിരിച്ചറിയണം. വൈകാരികമായി ദുർബലമായ കുട്ടികൾ പോലും മികച്ച നേട്ടങ്ങൾ കൈവരിക്കുന്നത് സ്നേഹത്തിലൂടെയും പ്രോത്സാഹനത്തിലൂടെയുമാണ്. ഇവിടെ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും പങ്ക് അത്യന്തം പ്രധാനമാണ്. അവരുടെ വാക്കുകൾ കുട്ടികളുടെ മനസ്സിൽ ആഴത്തിൽ പതിയും. അതിനാൽ അതിര് കടന്ന പ്രശംസയല്ല, അസത്യമായ പ്രശംസയല്ല, സത്യസന്ധവും വ്യക്തവുമായ അംഗീകാരമാണ് കുട്ടികൾക്ക് വേണ്ടത്. ഇതിൽ അധ്യാപകർക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ഓരോ ദിവസവും ക്ലാസ്സിലെ ഓരോ കുട്ടിയോടും കുറഞ്ഞത് ഒരു തവണയെങ്കിലും സംസാരിക്കുക. കുട്ടി പറഞ്ഞതോ ചെയ്തതോ ആയ ഏതെങ്കിലും നല്ല കാര്യം കണ്ടെത്തി പ്രശംസിക്കുക. ഇത് ബോധപൂർവം ചെയ്യേണ്ടതാണ്. മാതാപിതാക്കൾക്കും ചില കാര്യങ്ങളൊക്കെ ചെയ്യാനാവും. കുട്ടി ചെയ്തതോ ചെയ്യാൻ ആഗ്രഹിക്കുന്നതുമായ നല്ല കാര്യങ്ങൾ എന്തിനെക്കുറിച്ചും മാതാപിതാക്കൾ പ്രശംസിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും വേണം. മാത്രവുമല്ല, മാതാപിതാക്കൾ ഉപയോഗിക്കേണ്ട ചില മാജിക്കൽ വാക്കുകളുണ്ട്. നീ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് അതിശയകരമായി തോന്നുന്നുണ്ട്. നിനക്ക് പല കാര്യങ്ങളിലും അവിശ്വസനീയമായ പ്രതിഭയുണ്ട്. നിനക്ക് നല്ല മനസ്സുണ്ട്. ഇത്തരം കാര്യങ്ങൾ വേറിട്ട രീതിയിൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. സന്ദർഭത്തിനനുസരിച്ച് കുട്ടികൾക്ക് ആത്മവിശ്വാസം പകരുന്ന ഏതു തരത്തിലുമുള്ള പ്രശംസകൾ നൽകാവുന്നതാണ്. ഒരു നല്ല വാക്കിന്, സ്നേഹപൂർവമായ അഭിനന്ദനത്തിന് കഴിയും ഒരു കുട്ടിയുടെ ജീവിത ദിശ മാറ്റാൻ. ഇന്ന് നാം ഒരു കുട്ടിയെ പ്രശംസിക്കുമ്പോൾ നാളെ ഒരു നല്ല മനുഷ്യനെയാണ് നാം വളർത്തുന്നത്. പ്രശംസിക്കൂ, പ്രചോദിപ്പിക്കൂ, കുട്ടികളുടെ ജീവിതം പ്രകാശിപ്പിക്കൂ. എല്ലാവരിൽ നിന്നും ലഭിക്കുന്ന പ്രശംസാ വാചകങ്ങൾ കൊണ്ട് നിങ്ങളുടെ മനസ്സുകൾ നിറയട്ടെ. കുട്ടികളുടെ മനസ്സുകളെ നിറയ്ക്കാൻ നമുക്ക് കഴിയട്ടെ. അമേരിക്കൻ വ്യവസായ രംഗത്തെ ചരിത്രപ്രസിദ്ധനായ ഒരു വ്യക്തിത്വമായ ചാൾസ് എം ഷാർപ്പ് മറ്റുള്ളവരെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ അവരുടെ മികച്ച കഴിവുകൾ പുറത്തെടുക്കാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നമുക്കിത് മറ്റുള്ളവരിൽ ഉത്സാഹം വളർത്താനുള്ള ഏറ്റവും നല്ല മാർഗം അവരെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. You all did very well in the competitions today. Yes, madam. It was so exciting to win the trophy.